ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൊല്ലം പോയ വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. പക്ഷേ ഇത് കൊല്ലം വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മൾ കൊല്ലത്തുനിന്ന് ഡയറക്റ്റ് പാലക്കാട് എത്തി വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ കൂടുതലുള്ളവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് അട്ടപ്പാടിക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പം ഇറങ്ങിയത് ഒരു ചുരമായിരുന്നു കേട്ടോ പോകുന്ന വഴിക്കുള്ളത്. അങ്ങനെ നമ്മൾ ഇതും ചുരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഉദേശ് കലാഭവൻ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്, നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമറാണ്, അതുപോലെ തന്നെ സിംഗറാണ്. പുള്ളിക്കാരൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവരുടെ കുട്ടികൾ വേറെ വണ്ടിയിലായിരുന്നു, അവരുടെ വേറൊരു ബ്രദറിൻ്റെ കൂടെ. പിന്നെ ഉദേശ് ചേട്ടൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളെന്ന് പറയുന്നത് അതും ഫേമസ് ആയിട്ടുള്ളൊരു സിംഗർ തന്നെയാണ്, പ്രസാദ് നാരായൺ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അങ്ങനെ ഇവരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വേറെ വണ്ടിയിലാണ്. അങ്ങനെ അവർ ഫാമിലിയും എല്ലാവരും കൂടെയാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ച സീനറി ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ പ്രസാദ് എന്ന് പറയുന്നത് ആ സ്കൈ ബ്ലൂ ടീഷർട്ട് ഇട്ട ചേട്ടനായിരുന്നു കേട്ടോ. ഇത് ഞാനും അജുവേട്ടനും ഞങ്ങൾ വീഡിയോസ് എടുക്കും. ഇത് പോകുന്ന വഴിയിലൊരു നല്ലൊരു ഫോട്ടോവും വ്യൂസൊക്കെ ഉള്ളൊരു സ്പോട്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ വീഡിയോ എന്തൊക്കെയോ എടുത്ത് ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂടെ പ്രസാദേട്ടൻ എന്ന് പറയുന്ന ആളും ഫേമസ് ആയിട്ടുള്ളൊരു സിംഗറാണ്. അങ്ങനെ ആളുടെ എന്താ പറയുക, നമ്മുടെ കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആഡുകളിൽ വോയിസ് കൊടുക്കാറുണ്ട് പുള്ളിക്കാരൻ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എത്ര പേര് അറിയുന്നത് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്, കാരണം ഞാൻ അങ്ങനെ പ്രോഗ്രാമുകളൊന്നും അധികം കാണാത്ത ഒരാളായതുകൊണ്ട് കേട്ടോ. സ്റ്റേജ് പ്രോഗ്രാം, മാരേജ് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഇറങ്ങല്ലേ ആദി, നീ എന്താ ചെയ്യുന്ന? ഏട്ടരുടെ കാല് വേദനിക്കും. അപ്പോൾ കേട്ടില്ലേ, ഇപ്പം കേട്ട ശബ്ദത്തിന് ഉടമയാണ് ഉദേശ് കലാഭവൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ മോനാണ്. കുഞ്ഞു ചെറുക്കനാട്ടോ, പക്ഷേ എൻ്റെ പൊന്നെ കിടുപൊളി സാധനമാണ് കേട്ടോ. ഞങ്ങൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എന്തോ ഒരു വിറ്റായിരുന്നു അറിയാവോ. വഴിക്ക് നമ്മൾ കടയിൽ നിർത്തിയതാണ് സാധനങ്ങൾ മേടിക്കാൻ. ഞാൻ ഇടും. ഞാൻ ബ്ലോഗറാണല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ട്? അന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പ്രസാദേട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കേണ്ടോ, നീ വീഡിയോ എടുത്തിട്ട് തകർക്കുന്നൊക്കെ പറയാൻ ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൾ. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴി ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പുലി അതുപോലത്തെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇറങ്ങുന്ന പോലത്തെ വെച്ചാൽ കാടാണ് അട്ടപ്പാടി. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അട്ടപ്പാടിയെ പറ്റിയിട്ട്. അപ്പം നമ്മൾ അട്ടപ്പാടി ഉൾക്കാടിലേക്ക് പോയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും പന്നി അതുപോലെ തന്നെ പുലി അങ്ങനെയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ വീടുകളിലൊക്കെ കമ്പിവേലി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ മറ്റേ ഉദേശേട്ടൻ്റെ സിസ്റ്ററുടെ മോളുണ്ടല്ലോ, അവൾ ചേച്ചി വ്ളോഗറാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കണമെന്ന്. ഞാൻ പതുക്കെ വേഗം വീഡിയോ കട്ട് ചെയ്താണ്ടോ, ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ അറിയുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ ഒരു വെൽക്കം സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന പിങ്ക് ഷർട്ട് ഇട്ട ആളാണ് കേട്ടോ. പിങ്ക് അല്ല, സ്പീക്കറുടെ അടുത്ത് എന്താ പറയുക നിൽക്കുന്ന ആളാണ് നമ്മുടെ ഉദേശ് ചേട്ടൻ. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിച്ചുപൊളി പാട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പാട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അവർ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നു, എല്ലാവരും പോയി ബാഗൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് അവർ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആദ്യയോട് പറഞ്ഞു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു റൂമും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ, ഒരു മലയുടെ മുകളിൽ ഇതുപോലെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു റൂമാണ്. പിന്നെ ഹാള്, അതുപോലെ തന്നെ കിച്ചൺ, ബാത്റൂം, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഫ്രണ്ടിലൊരു വരാന്ത പോലത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞങ്ങളൊരു 10 പേരിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇതാക്കി കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മാങ്ങ എടുത്തിട്ട് പോവാണ് കേട്ടോ. ചക്കയും മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ഞാൻ മാങ്ങ എടുത്തിട്ട് പോവായിരുന്നു. അങ്ങനെ മാങ്ങ എടുത്തുകൊണ്ട് അച്ചാറിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കഴിക്കാറാവുമ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ, ഒന്നും കണ്ടില്ല. പേരിന് ഞാൻ കുറച്ചെടുത്തിട്ട് പോയി പ്ലേറ്റിൻ്റെ കൂടെ. അത് എത്രയിലും കിട്ടിയത് ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അതിനിടെ ഇവിടെ എല്ലാവരും പാട്ട്, തകർപ്പ്, ഡാൻസ്. ഇത് ഉദ്ദേശിച്ചിട്ട് മോനെ താഴെ കിടന്ന് അടിച്ചു പൊളിച്ച് കളിക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല വൈബിലായിരുന്നു. കുറേ നേരം കൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ട. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫുഡ് എടുത്തവരുടെ കൂടെ അങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ഇരുട്ടൊക്കെ ഉള്ളത് കാരണം നമുക്ക് ക്ലിയർ ആവില്ല. അതുപോലെ തന്നെ അവരുടെയൊക്കെ പാട്ട് ഉദേശേട്ടൻ നന്നായിട്ട് പാടും. അതുപോലെ തന്നെ പ്രസാദേട്ടൻ പിന്നെ പറയാനില്ലല്ലോ, സിംഗറാണ്. അജുവേട്ടനും അത്യാവശ്യം നന്നായി പാടുന്ന ഒരാളാണ്. അങ്ങനെ ഇവരുടെയൊക്കെ പാട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആദ്യം പാടിയിട്ടുണ്ടായിരുന്നു ഇടയിൽ.
കൂടുതൽ എനിക്കത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കോപ്പിറൈറ്റ് വരുമോ എന്നൊരു പേടി എനിക്കുള്ളത് കൊണ്ടുണ്ടല്ലോ എനിക്ക് അതൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ചാനൽ അടിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും പാട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഒരു ഇത് ഒപ്പിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഇവിടെ ഡാൻസ് കളിക്കണു. നമ്മുടെ ഫയർ ഇതാക്കത്തില്ലേ, എന്താ പറയുക, ക്യാമ്പ് ഫയർ, അതിൻ്റെ അവിടെ പോയി ഡാൻസ് കളിക്കുന്നു. തകർത്ത് പൊളിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ ഉദേശ് ഏട്ടൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾ, അവർ നല്ല അടിപൊളി ഡാൻസേഴ്സ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ അടിച്ച് പൊളിച്ച് തകർത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ പൊതുവേ ഡാൻസ് കളിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട്, എനിക്ക് മടിയുള്ള ഒരാളായതുകൊണ്ട് ഞാനിതിലൊന്നും പെട്ടില്ല. ഒരു സൈഡിൽ നോക്കിക്കൊണ്ട് നിന്നും നമ്മൾ കണ്ട് എൻജോയ് ചെയ്തെന്നല്ലാതെ ഞാനിതിലൊന്നും ഇടപെടുന്ന ഒരാളല്ല കേട്ടോ. അതിലോട്ടൊന്നും ഇറങ്ങിപ്പോകുന്ന ഒരാളല്ല ഞാൻ. മടി കാരണം കൊണ്ട് കേട്ടോ, വേറൊന്നുമല്ല. അങ്ങനെ എന്താ പറയുക, ഒരു അപഹർഷതാബോധം എന്നൊക്കെ പറയില്ല എന്ന പോലെ അങ്ങനെ അവരവിടെ അടിച്ച് തകർക്കുന്നുണ്ടായിരുന്നു ഡാൻസ് കളിച്ചിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരുടെ പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടുകളായിരുന്നു. പക്ഷെ എനിക്കൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം കുറേശ്ശെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഞാനും കൂടെ പാടിയിട്ടുണ്ടായിരുന്നു, വെറുതെ ഒരു രസത്തിന് കേട്ടോ. എല്ലാവരും കിടന്ന ശേഷമാണ് ഞാനും പ്രസാദായിട്ടും ഞങ്ങൾ 2-3 പേര്, പ്രജിത്ത്, അങ്ങനെ 2-3 പേരും കൂടെ ചേർന്നത്. പ്രസാദയുടെ കൂട്ടുകാരൻ, ഈ നിൽക്കുന്ന ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ആളാണ് കേട്ടോ പ്രജിത്ത്. അപ്പോൾ അവർ എന്താ പറയുക, സിസ്റ്റം ഓപ്പറേറ്ററാണ്. അപ്പോൾ അങ്ങനെ അവരൊക്കെ കൂടെ സൗണ്ട് എഞ്ചിനീയറാണ്, സോറി. അപ്പോൾ അവരൊക്കെ കൂടെ നിൽക്കുമ്പോൾ മാത്രം ഞങ്ങൾ പാട്ടൊക്കെ പാടി കിടക്കുമ്പോൾ രാത്രി പുലർച്ചെ 3:30 മണിയായി ഞങ്ങൾ. അത് കഴിഞ്ഞ് കിടന്നൊരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എഴുന്നേറ്റു. കാരണം ഇവർക്ക് പ്രോഗ്രാം ഉണ്ട് വയനാട്, അവിടെ ഇവിടെ, അങ്ങനെ പല സ്ഥലങ്ങളിലും പലർക്കും പല സ്ഥലങ്ങളിലായിരുന്നു പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് കാഴ്ചയൊക്കെ ഒന്ന് കണ്ട് എളുപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല കയ്യിൽ, അവർക്കും ഇല്ല. ഗുഡ് മോർണിംഗ് ആദി. ഡേ ഗുഡ് മോർണിംഗ് ആദി. ഗുഡ് മോർണിംഗ്. ഹായ് ഗൈസ് എന്ന് പറഞ്ഞേ, ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ. ഞാൻ യൂട്യൂബ് ഇടാൻ പോവാ ഫ്രണ്ട്സ്. ഇതൊരു ഗൈസുകാരനാണ് ഇരിക്കുന്നത്, ഹലോ ഗൈസിന്റെ ആളാണ് ഇരിക്കുന്നത്. ഹായ് ഹലോ ഗൈസ്, നമ്മുടെ പ്രിയ പാട്ടുകാരൻ. അതായത് നമ്മൾ പറഞ്ഞു വന്നത്, പ്രസാദേട്ടനും ഞാനും അജുവേട്ടനും ആദ്യക്കൂട്ടനും നമ്മൾ മാത്രം പുറപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ വാട്ടർഫോളൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളെയും വിളിച്ചതാണ്. പക്ഷേ 2 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി വീട്ടിൽ കയറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നിന്നാൽ ശരിയാവില്ല. പിന്നെ എന്താ വെച്ചാൽ നാളെയാണ് ഞങ്ങളുടെ ട്രെയിന്. അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം കൂടെ നടക്കില്ല. എന്നിട്ട് വീട്ടിൽ പോയി റെഡിയായി ടൗണിലൊക്കെ പോയി കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്യാൻ ബാക്കിയായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒറ്റ വാശിക്കാൻ നമ്മൾ ഇറങ്ങി കേട്ടോ. പോകണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, കാരണം വീട്ടിൽ അജുവേട്ടൻ വന്ന ശേഷം നിന്നിട്ടില്ല. ഞാൻ 1 മാസം നിന്നു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും അജുവേട്ടൻ വന്ന ശേഷം നിന്നിട്ടേ ഇല്ല. അന്നോട്ട് നമ്മൾ കറക്കുമായിരുന്നു പല സ്ഥലങ്ങളിലേക്കുമായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവർക്കും തോന്നുമല്ലോ വന്നിട്ട് ഒന്ന് നിന്ന് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ നിർബന്ധം പിടിച്ച് പോകുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു. രാത്രി ഈ സ്ഥലങ്ങളും നിങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇരുട്ട് കാരണം. നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കണ്ടറിയിക്കാൻ പറ്റില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നേരിട്ട് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിലോ നല്ല തണുത്ത കാറ്റും കോടമഞ്ഞിൻ്റെ ഒരു ടൈമായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയതുണ്ടല്ലോ കറക്റ്റ് ടൈമിലായിരുന്നു. നല്ല കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ മെയിൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ ദൂരം ഞങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി കോട കണ്ടോ, നല്ല കോട മഞ്ഞ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സംഭവം, നമ്മൾ ഉള്ളിലിരിക്കുന്ന ആൾക്കാരുടെ ഇതുപോലും ഗ്ലാസ്സിലൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. കാരണം പുറത്ത് കോട കാരണം ഈ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ വെളിയിൽ ഇറങ്ങിയിട്ട് അവർ വീഡിയോസ് എടുക്കാൻ വേണ്ടി നിൽക്കുക. കോട മഞ്ഞിൻ്റെ പുറകിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുകയായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയമില്ല. പിന്നെ നമ്മൾ കുളിച്ചിട്ടും നനച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. രാവിലെ വീട്ടിൽ പോയിട്ട് കുളിക്കുക നനയ്ക്കുക ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എളുപ്പം ഒരു ബാത്റൂമേ അതിൽ ഇത്ര ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത്രയും സമയം വേസ്റ്റ് ചെയ്യുന്നത് വീട്ടിൽ പോയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുമായിരുന്നു.
അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് ചായ മാത്രം കുടിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഉദ്ദേശ് കലവൻ മറന്ന ചേട്ടൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. വരുമ്പോൾ ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വാട്ടർഫോൾ കാണാൻ പോയപ്പോൾ അമ്മയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പോകണം. അപ്പോൾ അമ്മയ്ക്കും അമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്നാൽ പോലും മോശമല്ലേ നമ്മൾ അങ്ങനെ ഇതാകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ട, വീട്ടിൽ പോയിട്ടേ കഴിക്കുന്നുള്ളൂ ഫ്രഷ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കഴിച്ചില്ല. അതേപോലെ തന്നെ ആദ്യക്കൂട്ടൻ മാത്രം കഴിച്ചു. ഞങ്ങളൊക്കെ ഓരോ ഗ്ലാസ് ചായ മാത്രം കുടിച്ചു. ആദ്യക്കൂട്ടൻ മാത്രം ഇടിയപ്പവും അതുപോലെ തന്നെ കടലക്കറിയും കഴിച്ചു. എല്ലാവർക്കും വീട്ടിൽ പോയി ഫ്രഷ് ആവാതെ അതൊരു മൂഡുണ്ടായിരുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പ്രസാദേട്ടനാണ് കേട്ടോ എന്നെയും ആദ്യക്കൂടിനെയും ഡ്രോപ്പ് ചെയ്ത്. കാരണം അജുവേട്ടൻ പ്രസാദിൻ്റെ വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വണ്ടി എടുത്തിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അതിൽ കൂടെയും കൂടെ ആൾക്ക് പോകാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ കൊണ്ട് വിട്ട ശേഷം പുള്ളിക്കാരൻ പോയത് അജുവേട്ടൻ ഉദ്ദേശേട്ടൻ്റെ അമ്മയെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. പെരുവമ്പിലേക്ക് പോയി. അങ്ങനെ പ്രസാദേട്ടൻ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ട് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് അജുവേട്ടനുള്ളപ്പോൾ എടുക്കണം വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല, മറന്നുപോയിട്ടോ. അങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയത്. അതൊന്നും ഇതിൽ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുണ്ടോ ഈ സ്ഥലമാണ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഈ സ്പോട്ടിൽ നിന്നിട്ട് നമ്മൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി വീടെത്തി ഒന്ന് ഫ്രഷായി. അജുവേട്ടന് വന്ന് ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ചട്ടിച്ചോറ് കഴിക്കണമെന്ന്. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ചട്ടിച്ചോറ് കഴിച്ചിട്ടില്ല. അങ്ങനെ ചട്ടിച്ചോറ് കഴിക്കാൻ തോന്നിയിട്ട് ഞങ്ങൾ വെറുതെ ഫുഡ് കഴിക്കാൻ വെളിയിൽ ഇറങ്ങിയതാട്ടോ. മീൻ കൂട്ടി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനമൊക്കെയാണ് കഴിക്കാൻ പറ്റാത്ത കാരണം ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ കൂട്ടി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയത്. ഈ സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ബൈപ്പാസിലാണ് വരുന്നത്. നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസ് റോഡിലാണ് വരുന്നത് കേട്ടോ. താരേക്കാടോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ബൈപ്പാസ് റോഡിൻ്റെ എവിടെയും കണ്ടാണ് ഇത് വരുന്നത് കേട്ടോ. നയേലി എന്ന് മറ്റാണ് പേര്. പക്ഷെ എന്തായാലും അടിപൊളി ചട്ടിച്ചോറായിരുന്നു കേട്ടോ. മീനിൻ്റെ കറി, സാമ്പാർ, മോര് കറി, അതുപോലെ തന്നെ അജുവേട്ടൻ സാധാ മീൽസാണ് വാങ്ങിച്ചത്. ഞാനും ആദ്യം കൂടെ ഒരു ചട്ടിച്ചോറ് വാങ്ങിച്ചു. ഒരു തോരൻ ഉണ്ടായിരുന്നു, മീൻ വറുത്തത്, ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, അതുപോലെ തന്നെ അച്ചാർ, ചമ്മന്തി, മുട്ട പൊരിച്ചത്, പപ്പടം, ഇനി ഒന്നും പറയാനില്ല, മോര് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബീഫ് കറിയോ ഫ്രൈയോ കൂടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങൾ പറഞ്ഞു ബീഫ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ബീഫിന് പകരം ചിക്കൻ കുറച്ച് കൂടുതൽ വെച്ചു. സത്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ വായിൽ വെള്ളം വരും. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ എൻ്റെ വായിൽ ഇപ്പോഴും വെള്ളം വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. ട്രിപ്പും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ക്ഷമയോടിരുന്ന് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. ടാറ്റ ബൈ ബൈ, സീ യു.